ഹായ് ആൾ, വെൽക്കം ടു നോ യുവർ കെമിസ്ട്രി. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് പ്രോട്ടീൻസ് ആണ്. സോ അതിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ് ആൻഡ് ഡീനാച്ചുറേഷൻ ആണ്. സോ കമ്മിങ് ടു physical properties, so proteins exhibit colloidal properties and therefore they scatter light and they also exert osmotic pressure. Okay, and also molecular weight, shape, the precipitation reactions are major physical properties. Okay, so molecular weight of proteins, mostly നമ്മുടെ plasma proteins ആയ albumin has a molecular weight of 69,000 and hemoglobin has a molecular weight of 68,000 and insulin is having a molecular weight of 5,700. Okay, and coming to the shape, different ഷേപ്പിലുള്ള പ്രോട്ടീൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്ലോബുലാർ ഷേപ്പിലുള്ള ഇൻസുലിൻ, ഓവൽ ഷേപ്പിൽ ആൽബുമിൻ, ഇലോങ്ങേറ്റഡ് ഷേപ്പിൽ ഫൈബ്രിനോജൻ. ഓക്കെ, സോ അനദർ വൺ പ്രോപ്പർട്ടി ഈസ് ദ ഐസോഇലക്ട്രിക് പി എച്ച് ഓർ ദ ഐസോഇലക്ട്രിക് പോയിൻറ്റ്. സോ അത് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ എടുത്തിരുന്നു. സോ പ്ലീസ് റെഫർ ടു ഐസോഇലക്ട്രിക് പി എച്ച്. ഓക്കെ, ദെൻ മേജർ റിയാക്ഷൻസ് ആണ് അല്ലെങ്കിൽ മേജർ പ്രോപ്പർട്ടിയാണ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് യു മീൻ ബൈ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ ആൻഡ് ഹൗ വി ക്യാൻ ഡു ദിസ് പ്രസിപ്പിറ്റേഷൻ പ്രൊസീജിയേഴ്സ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. സോ എൻസൈം പ്യൂരിഫിക്കേഷൻസ്, അതുപോലെ തന്നെ പ്രോട്ടീൻ സെപ്പറേഷൻ, ഇതിനൊക്കെയാണ് നമ്മൾ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ് മേജർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, so the stability of the protein solution mainly depends on the charge and water of hydration. Okay, അതായത് ഒരു സൊല്യൂഷനിൽ ഒരു പ്രോട്ടീൻ്റെ സ്റ്റെബിലിറ്റി മെയിനായിട്ടും അതിൻ്റെ ചാർജ് ആൻഡ് ദ വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഷെൽ ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയും. ഓക്കെ, ഈ ഷെൽ ഓഫ് ഹൈഡ്രേഷൻ ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് പോളാർ ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, മെയിനായിട്ട് നമ്മുടെ പ്രോട്ടീൻസിലുള്ള അമിനോ ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള പോളാർ ഗ്രൂപ്പ്സ് വിൽ പ്രൊവൈഡ് ദ ഷെൽ ഓഫ് ഹൈഡ്രേഷൻ. സോ precipitation reaction എന്ന് പറഞ്ഞാൽ any factor which removes this shell of hydration or the charge that causes protein precipitation. Okay, so protein precipitation ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, ഏത് ഫാക്ടറാണോ അതായത് ചാർജ് റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഷെൽ ഓഫ് ഹൈഡ്രേഷൻ അതായത് അത് പ്രൊവൈഡ് ചെയ്യുന്ന പോളാർ ഗ്രൂപ്പ്സ് ആയ അമിനോ ഗ്രൂപ്പ്, COOH ഗ്രൂപ്പ്, OH ഗ്രൂപ്പ്, ഇതിനെ റിമൂവ് ചെയ്യുന്നത് ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ പ്രോട്ടീൻ precipitation. Okay, so coming to the precipitation procedures. Okay, so many methods are there. So important procedures are, one is salting out, then isoelectric precipitation, then precipitation by organic solvents, then precipitation by heavy metal ions, then precipitation by alkaloidal reagents. Okay, so നമുക്ക് ഓരോന്നായിട്ട് കാണാം. So first one is salting out. ഓക്കെ, സോ സോൾട്ടിങ് ഔട്ടുള്ള പേര് തന്നെ ഉണ്ട്, സോൾട്ടിങ്. സോ സോൾട്ട്സ് ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ന്യൂട്രൽ സോൾട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അമോണിയം സൾഫേറ്റ് അല്ലെങ്കിൽ സോഡിയം സൾഫേറ്റ്, ഇങ്ങനെയുള്ള ന്യൂട്രൽ സോൾട്ട്സ് നമ്മൾ എന്ത് ചെയ്യും, പ്രോട്ടീൻ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യും. ദെൻ വാട്ട് ഹാപ്പൻസ്, ദ ഷെൽ ഓഫ് ഹൈഡ്രേഷൻ ഈസ് റിമൂവ്ഡ് ആൻഡ് പ്രോട്ടീൻ ഗെറ്റ്സ് പ്രസിപ്പിറ്റേറ്റഡ്. ഓക്കെ, സോ ജനറലി ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. ഹയർ മോളിക്കുലർ വെയിറ്റുള്ള പ്രോട്ടീൻസിന് വളരെ കുറച്ച് സോൾട്ട് മതി റിക്വയർഡ് ഫോർ ദ പ്രസിപ്പിറ്റേഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഗ്ലോബുലിൻസ്. സോ ഗ്ലോബുലിൻസ് മോളിക്കുലർ വെയിറ്റ് കമ്പാരിറ്റീവ്ലി ലെസ്സാണ്. സോ അതിന് ഹാഫ് സാച്ചുറേഷൻ മതി. ഇപ്പോൾ നമ്മൾ അമോണിയം സൾഫേറ്റ് വെച്ച് സാച്ചുറേറ്റ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് എമൗണ്ട് മതി, ദാറ്റ് ഇസ് എ ഹാഫ് സാച്ചുറേഷൻ മതി. പക്ഷേ ആൽബുമിൻ നമ്മൾ പറഞ്ഞു മോളിക്കുലർ വെയിറ്റ് 69,000 ആണ്. ഓക്കെ, സോ ഇതിന് ഫുൾ സാച്ചുറേഷൻ ഈസ് നീഡഡ്. ഓക്കെ, സോ സോൾട്ടിങ് ഔട്ട് പറഞ്ഞാൽ മെയിൻലി സോൾട്ട്സ് യൂസ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു പ്രോട്ടീനെ. നമ്മൾ മെയിനായിട്ട് ന്യൂട്രൽ സോൾട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ അമോണിയം സൾഫേറ്റ് ആൻഡ് സോഡിയം സൾഫേറ്റ്. ഇനി സെക്കൻഡ് ഈസ് ഐസോ ഇലക്ട്രിക് പ്രസിപ്പിറ്റേഷൻ. സോ നമ്മൾ ഐസോ ഇലക്ട്രിക് പോയിൻ്റ് പറഞ്ഞു, അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോട്ടീൻസ് ആർ ലീസ്റ്റ് സോല്യുബിൾ അറ്റ് ഐസോ ഇലക്ട്രിക് പോയിൻറ്റ്. ഓക്കെ, സോ ഐസോ ഇലക്ട്രിക് പോയിൻറ്റിൽ നമ്മൾ പറഞ്ഞു ദ ചാർജ് വിൽ ക്യാൻസൽ ഈച്ച് അതർ. ഓക്കെ, ചാർജ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ വിൽ ബി മാക്സിമം എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇവിടെ ഈ ഐസോഇലക്ട്രിക് പോയിന്റിൽ നമ്മൾ പ്രോട്ടീൻസ് ആർ ലീസ്റ്റ് സോല്യുബിൾ ആയിരിക്കും. ഓക്കെ, സോ അതാണ് മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ്. ഇനി സം പ്രോട്ടീൻസ് ഗെറ്റ് പ്രസിപ്പിറ്റേറ്റഡ് വെൻ അഡ്ജസ്റ്റഡ് ടു ഐസോഇലക്ട്രിക് പി എച്ച്. ഇനി ചില പ്രോട്ടീൻസ് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. എപ്പോഴാണ് നമ്മൾ ഐസോഇലക്ട്രിക് പി എച്ചിൽ എത്തുമ്പോഴേക്കും അത് ഇമ്മീഡിയറ്റ് പ്രസിപ്പിറ്റേഷൻ തരും. ഓക്കെ, അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ കെസീൻ. ഓക്കെ,
സോ കെസീൻ 4.6 pH ഒരു ഫ്ലോക്കുലൻ പ്രസിപ്പിറ്റേറ്റ് തരും. ഓക്കെ, എന്താണ് നമ്മൾ ചില പ്രോട്ടീൻസിനെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. എപ്പോൾ വെൻ ഇറ്റ് റീച്ചസ് ദ ഐസോഇലക്ട്രിക് പോയിൻറ്റ്. സോ ഐസോഇലക്ട്രിക് പോയിൻ്റ് എത്തുമ്പോൾ ഇമ്മീഡിയറ്റ് ആയി പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. സോ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ കെസീൻ. ഓക്കെ, മിൽക്ക് പ്രോട്ടീൻ കെസീൻ. സോ ഇറ്റ് വാട്ട് ഹാപ്പൻസ് ഈസ് casein forms a flocculant precipitate at a pH of 4.6 and it redissolves in highly acidic or alkaline solutions. Okay, ഐസോഇലക്ട്രിക് പോയിന്റിൽ എത്തുമ്പോഴേക്കും അത്, അതായത് pH 4.6 ഐസോഇലക്ട്രിക് pHൽ എത്തുമ്പോഴേക്കും അത് എന്ത് ചെയ്യുന്നു, എന്താ പറയുക, ഫ്ലോക്കുലൻ പ്രസിപ്പിറ്റേറ്റ് തരും. പക്ഷേ അത് അസിഡിക് ഓർ ആൽക്കലൈൻ സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യും, റീഡിസോൾവ് ചെയ്യും. ഓക്കെ, സോ അതാണ് കെസീൻ്റെ ഒരു പ്രോപ്പർട്ടി. ആൻഡ് ഓൾസോ നമ്മൾ കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്, അതായത് പാല് തൈരാകുന്ന ആ പ്രോസസ്സാണ് കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് അല്ലെങ്കിൽ കേർഡ് ഫോർമേഷൻ. സോ വെൻ മിൽക്ക് ഈസ് കേർഡിൽ ദ കെസീൻ ഫോംസ് എ വൈറ്റ് കേർഡ്. സോ നമ്മൾ പറഞ്ഞു കേർഡ് ഫോർമേഷൻ ആണെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് വഴി എന്ത് സംഭവിക്കുന്നു, ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്നു. സോ ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആസിഡിക് നേച്ചറാണ്, സോ ആസിഡാണ്. സോ ഈ ഫെർമെൻറ്റേഷൻ വഴി ഫോം ചെയ്യുന്ന ലാക്റ്റിക് ആസിഡ് എന്ത് ചെയ്യും, ലാക്റ്റിക് ആസിഡിൻ്റെ പ്രസൻസ് എന്തായിരിക്കും, pH ലോവർ ചെയ്യും ഒബ്വിയസ്ലി. ഓക്കെ, സോ ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാക്റ്റിക് ആസിഡ് വിൽ ലോവേഴ്സ് ദ pH ടു ദ ഐസോഇലക്ട്രിക് പോയിന്റ് ഓഫ് കെസീൻ. ഓക്കെ, ദാറ്റ് ഈസ് എ കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് പ്രോപ്പർട്ടിക്ക് റീസൺ. ഓക്കെ, ഇതാണ് ഐസോഇലക്ട്രിക് പ്രസിപ്പിറ്റേഷൻ. നെക്സ്റ്റ് ഈസ് പ്രസിപ്പിറ്റേഷൻ ബൈ ഓർഗാനിക് സോൾവെൻറ്റ്സ്. ഓക്കെ, സോ നമ്മൾ ഓർഗാനിക് സോൾവെൻറ്റ്സ് നമ്മൾ പ്രോട്ടീൻ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഷെൽ ഓഫ് ഹൈഡ്രേഷൻ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ ചാർജ് റിമൂവ് ചെയ്യണം, എന്നാൽ മാത്രമേ പ്രസിപ്പിറ്റേഷൻ നടക്കുള്ളൂ. സോ ഇവിടെ ഓർഗാനിക് സോൾവെൻറ്റ്സ് നമ്മൾ പ്രോട്ടീൻ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, വാട്ടർ മോളിക്യൂൾസ് അവൈലബിൾ ഫോർ പ്രോട്ടീൻസ് വിൽ ബി റെഡ്യൂസ്ഡ്. ഓക്കെ, സോ വാട്ടർ മോളിക്യൂൾസിൻ്റെ അവൈലബിലിറ്റി കുറയും. ദറ്റ് ഈസ് എ ഷെൽ ഓഫ് ഹൈഡ്രേഷൻ ഓർ ദ വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ വിൽ ബി റിമൂവ്ഡ് ബൈ ദീസ് ഓർഗാനിക് സോൾവെൻറ്റ്സ്, ദെൻ ദാറ്റ് ലീഡ്സ് ടു precipitation. Okay, and also these organic solvents which reduce the dielectric constant of the medium, that is also another important reason. Okay, by organic solvent precipitation occurs. Okay, പിന്നെ നമ്മൾ ഒരു എക്സാമ്പിളാണ് ആൽക്കഹോൾ ഒരു പവർഫുൾ പ്രോട്ടീൻ പ്രസിപ്പിറ്റേറ്റിംഗ് ഏജൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രസിപ്പിറ്റേഷൻ ബൈ ഹെവി മെറ്റൽസ്. ഓക്കെ, സോ നമുക്കറിയാം ഹെവി മെറ്റൽസ് നമുക്ക് ഫെമിലിയർ ആണ്. ഓക്കെ, സോ നമ്മൾ ആൽക്കലൈൻ മീഡിയം. ഓക്കെ, സോ ആൽക്കലൈൻ മീഡിയത്തിൽ പ്രോട്ടീൻസ് എന്ത് ചാർജാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഐസോഇലക്ട്രിക് പോയിന്റ് പറയുമ്പോൾ. അതുപോലെ തന്നെ ആസിഡ് മീഡിയത്തിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സോ ആൽക്കലൈൻ മീഡിയത്തിൽ പ്രോട്ടീൻസിനൊരു നെറ്റ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഹെവി മെറ്റൽ സോൾട്ട്സ് പറയുമ്പോൾ മോസ്റ്റ്ലി അവർ പോസിറ്റീവ് ചാർജ് ആൾക്കാരാണ്. സോ നമ്മൾ ഹെവി മെറ്റൽ സോൾട്ട്സ് നമ്മൾ പ്രോട്ടീൻ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആൽക്കലൈൻ മീഡിയത്തിൽ എന്തായിരിക്കും, നമ്മുടെ പ്രോട്ടീൻസ് എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഈ മെറ്റൽ സോൾട്ട്സ് ആഡ് ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജ് ഹൈലി പോസിറ്റീവ് ചാർജുള്ള കോമ്പൗണ്ട്സ് ആണ് മെറ്റൽ അയോൺസ്. ഓക്കെ, സോ ദേ വിൽ കമ്പൈൻസ് വിത്ത് ദിസ് നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസ് ടു ഫോം അവരുടെ ഒരു കോംപ്ലെക്സ്, അതായത് മെറ്റൽ പ്രോട്ടീനേറ്റ്സ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ. സോ ഹെവി മെറ്റൽ അയോൺസ് ഹൈലി പോസിറ്റീവ് ചാർജ്ഡ് മോളിക്യൂൾസ് ആണ്. ദേ വിൽ കമ്പൈൻസ് വിത്ത് ദ നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് ഇൻ ദ ആൽക്കലൈൻ മീഡിയം. ഓക്കെ, ആൻഡ് ഫോം ഓർ പ്രസിപ്പിറ്റേറ്റ് മെറ്റൽ പ്രോട്ടീനേറ്റ്സ്. ഓക്കെ, മെയിനായിട്ട് നമ്മൾ സോൾട്ട്സ് യൂസ് ചെയ്യുന്നത് ഹെവി മെറ്റൽ സോൾട്ട്സ് പറഞ്ഞാൽ കോപ്പർ, ലെഡ്, സിങ്ക്, കാഡ്മിയം, മെർക്കുറി, ഇതൊക്കെ ടോക്സിക് കെമിക്കൽസിൻ്റെ കോമ്പോണൻസ് ആണ്, അല്ലെങ്കിൽ ടോക്സിക് അല്ലെങ്കിൽ ഹെവി മെറ്റൽസ് ആണ്. സോ ഇതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ നമുക്ക് ബോഡിയിൽ ടോക്സിസിറ്റി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലും ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ വാളിലെല്ലാം നോർമൽ പ്രോട്ടീൻസ് ഉണ്ട്. സോ സംടൈംസ് ഇതെന്ത് ചെയ്യും, ഈ ഹെവി മെറ്റൽ അയോൺസ് എന്ത് ചെയ്യും, നമ്മുടെ നോർമൽ പ്രോട്ടീൻസിനെ പോലും പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കും. ദാറ്റ് ഈസ് എ ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി നമ്മൾ മെർക്കുറി പോയിസണിങ്. ഓക്കെ, നമ്മൾ മെർക്കുറി മിന്നാമാറ്റ ഡിസീസ് എന്നെല്ലാം കേട്ടിട്ടുണ്ട്. സോ മെർക്കുറി പോയിസണിങ്ങിൽ നമ്മളൊരു ആൻറ്റിഡോട്ടായിട്ട് നമ്മൾ റോ എഗ്ഗ് പറഞ്ഞാൽ അത് പ്രോട്ടീനാണ്, ഫുൾ ആൽബുമിനാണ്. സോ ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ ആൻറ്റിഡോട്ട് ഫോർ മെർക്കുറി പോയിസണിങ്. സോ അതിൻ്റെ റീസൺ ഈ ഒരു ഹെവി മെറ്റൽ പ്രസിപ്പിറ്റേഷൻ ആണ്. എന്താണ്, നമ്മുടെ മെർക്കുറി പോയിസണിങ്ങിൽ നമുക്ക് മെർക്കുറി പോയിസണിങ് ഉണ്ടായ ആൾക്കാർ, സോ അവരുടെ ബോഡിയിൽ മെർക്കുറി എന്തായാലും ഉണ്ടാവും, മെർക്കുറിക് അയോൺസ് ഉണ്ടാവും. സോ വാട്ട് ഹാപ്പൻസ്, മെർക്കുറി പറഞ്ഞാൽ ഹൈലി പോസിറ്റീവ് ചാർജുള്ള ഹെവി മെറ്റലാണ്. സോ നമ്മൾ റോ എഗ്ഗ് കൊടുക്കുമ്പോൾ എന്താണ്, പ്രോട്ടീൻസാണ് കൊടുക്കുന്നത്. സോ പ്രോട്ടീൻസ് എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജ് ഒരു പ്രോപ്പർട്ടി കാണിക്കും. ദെൻ അത് മെറ്റൽ പ്രോട്ടീനേറ്റ് ആയിട്ട് നമുക്കതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ആക്ട് ആസ് എ ആൻറ്റിഡോട്ട്. റോ എഗ് യൂസ്ഡ് ആസ് എൻ ആൻറ്റിഡോട്ട് ഫോർ മെർക്കുറി പോയിസണിങ്. സോ ഇതാണ് ഹെവി മെറ്റൽസിൻ്റെ
by heavy metals, how can we precipitate proteins? Okay. Next, by alkaloidal agents. Okay, so alkaloidal agents, powerful alkaloidal agents അല്ലെങ്കിൽ precipitating agents examples ആണ് tungstic acid, phosphotungstic acid, then trichloroacetic acid, picric acid, sulfosalicylic acid, tannic acid. ഇതൊക്കെ സ്ട്രോങ് പ്രോട്ടീൻ പ്രസിപ്പിറ്റേറ്റിംഗ് ഏജൻസ് ആണ്. നമ്മൾ ബയോകെമിസ്ട്രി ലാബിലെല്ലാം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ പ്രസിപ്പിറ്റേറ്റിംഗ് ഏജൻസ് ആണ് നമ്മുടെ ട്രൈക്ലോറോഅസറ്റിക് ആസിഡ്, ടങ്സ്റ്റിക് ആസിഡ്, ഇതൊക്കെ. സോ ഇതിൻ്റെ മെയിനായിട്ടുള്ള ആക്ഷൻ, it will lower the pH of the medium, because acids ആണ്, of course it will lower the pH of the medium. Okay, so നമ്മൾ പറഞ്ഞു അസിഡിക് മീഡിയത്തിൽ എന്തായിരിക്കും, പ്രോട്ടീൻസിന് നെറ്റ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, സോ ഇതിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. സോ അവിടെ എന്താണ്, പ്രോട്ടീൻ ടങ്സ്റ്റേറ്റ്, പ്രോട്ടീൻ പിക്രേറ്റ്, ഇങ്ങനെയുള്ള കോംപ്ലക്സ് ഫോം ചെയ്യും. ബിക്കോസ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ, പ്രോട്ടീൻസിൻ്റെ നെറ്റ് പോസിറ്റീവ് ചാർജാണ്, ഈ ആൽക്കലോയിഡൽ ഏജൻസിൻ്റെ നെറ്റ് നെഗറ്റീവ് ചാർജാണ്. സോ ആ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, അതായത് പ്രോട്ടീൻ ടങ്സ്റ്റേറ്റ്, പ്രോട്ടീൻ പിക്രേറ്റ്, ഓക്കെ, പ്രോട്ടീൻ സാലിസിലേറ്റ്, ഇങ്ങനെയുള്ള കോംപ്ലക്സസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ലെതർ പ്രോസസ്സിങ്ങിലൊരു ഒരു സ്റ്റെപ്പാണ് ടാനിങ്. സോ അതിൻ്റെ പ്രിൻസിപ്പിളും ഈ ആൽക്കലോയിഡൽ ഏജൻറ്റ്സ് വഴിയുള്ള പ്രസിപ്പിറ്റേഷനാണ്. ഓക്കെ, സോ ഇതാണ് പ്രസിപ്പിറ്റേഷൻ. സോ പ്രസിപ്പിറ്റേഷൻ നമ്മൾ പറഞ്ഞു, എനി ഫാക്ടർ വിച്ച് റിമൂവ്സ് ദ ചാർജ് ഓർ ദ ഷെൽ ഓഫ് ഹൈഡ്രേഷൻ. ഷെൽ ഓഫ് ഹൈഡ്രേഷൻ പറഞ്ഞാൽ അത് പ്രൊവൈഡ് ചെയ്യുന്നത് പോളാർ ഗ്രൂപ്പ്സ് ആയ COOH, അമിനോ ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എക്സെട്രയാണ്. സോ ഈ ഷെൽ ഓഫ് ഹൈഡ്രേഷനെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ചാർജിനെ റിമൂവ് ചെയ്യണം, ദെൻ ഓൺലി പ്രോട്ടീൻ ഗെറ്റ്സ് പ്രസിപ്പിറ്റേറ്റഡ്. സോ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ്സ് ഒക്കെ വിച്ച് ഹെൽപ്സ് ഇൻ ദ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ് ഡീനാച്ചുറേഷൻ. ഓക്കെ, സോ ഡീനേച്ചുറേഷൻ, ഓക്കെ, ആ പേര് തന്നെ സംതിങ് ഈസ് ഹിഡൻ. ഓക്കെ, ഡീനേച്ചുറേഷൻ. ഓക്കെ, സോ ഇറ്റ്സ് എ മൈൽഡ് ഫോം ഓഫ് പ്രസിപ്പിറ്റേഷൻ ആണ്. ഓക്കെ, ഒരു പ്രസിപ്പിറ്റേഷൻ്റെ ഒരു മൈൽഡ് ഫോമാണ്. സോ മൈൽഡ് ഹീറ്റിംഗ്, നമ്മൾ മൈൽഡ് ജസ്റ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, പ്രോട്ടീൻസിൽ നമുക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ ഡീനാച്ചുറേഷൻ സംഭവിക്കും. അതായത് പ്രോട്ടീൻസിൻ്റെ ആ ഒരു നേച്ചർ മാറും. ഓക്കെ, അതായത് പ്രോട്ടീൻസ് സംടൈംസ് ഒരു പ്രോട്ടീൻസ് ഇങ്ങനെ ഹൈലി കോയിൽഡ് സ്ട്രക്ചർ ആയിരിക്കും സംടൈംസ്. സോ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും, അതിൻ്റെ പ്രോപ്പർട്ടി മാറും. എന്താ സംഭവിക്കുക, ഒരു റാൻഡം കോയിൽ സ്ട്രക്ചർ ആവും. സോ ചില പ്രോട്ടീൻസ് എന്ത് ചെയ്യും, എഗെയിൻ നമ്മൾ എന്താ പറയുക, ഹീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ എന്താ പറയുക, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ അത് എഗെയിൻ എന്ത് ചെയ്യും, റിവേഴ്സിബിൾ ആവും. എഗെയിൻ അത് നോർമൽ ഫോമിലായിരിക്കും. സോ റിവേഴ്സിബിൾ ഡീനാച്ചുറേഷനും ഉണ്ട്, ഇറിവേഴ്സിബിൾ ഡീനാച്ചുറേഷനും ഉണ്ട്. ഓക്കെ, അത് നമ്മൾ പിന്നീട് പറയും. സോ ഡീനാച്ചുറേഷൻ ഈസ് എ മൈൽഡ് ഫോം ഓഫ് പ്രസിപ്പിറ്റേഷൻ. നമ്മൾ പറഞ്ഞു മൈൽഡ് ഹീറ്റിംഗ്, അതുപോലെ തന്നെ ചില കെമിക്കൽസ് ഓയിൽ ട്രീറ്റ്മെൻറ്റ്, ഫോർ എക്സാമ്പിൾ ട്രീറ്റ്മെൻറ്റ് വിത്ത് സാലിസിലേറ്റ്, യൂറിയ, റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ്, എക്സ്റേസ്, UV റേസ്, അതുപോലെ ഹൈ പ്രഷർ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ, ഇനി നമ്മൾ വിഗറസ് ആയി ഷേക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു മോളിക്യൂളിന് അല്ലെങ്കിൽ പ്രോട്ടീൻ കോമ്പൗണ്ടിന് അല്ലെങ്കിൽ മോളിക്യൂളിനതിന് ഒരു എന്താ പറയുക, ചേഞ്ച് ഇൻ ദ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഷേപ്പ്, ഇതൊക്കെ സംഭവിക്കുക. സോ ഇതാണ് നമ്മൾ ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സ്ട്രക്ചറൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി, ക്വാട്ടർണറി സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ ഈ പ്രൈമറി സ്ട്രക്ചറിനെ ഒരിക്കലും ഇത് എഫക്റ്റ് ചെയ്യില്ല. സോ പ്രൈമറി സ്ട്രക്ചർ പറഞ്ഞാൽ എന്താണ്, നമ്പർ ആൻഡ് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സിനെ ഡിനോട്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ്. സോ ഈ പ്രൈമറി സ്ട്രക്ചറാണ് വിച്ച് ഡിറ്റർമിൻസ് ദ ഹയർ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, സോ ഇതിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല ഡീനാച്ചുറേഷൻ. സോ ദർ ഈസ് നോൺ സ്പെസിഫിക് ആൾട്ടറേഷൻസ് ഇൻ ദ സെക്കൻഡറി, ടേഴ്സറി, ക്വാട്ടർണറി സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, ഇതാണ് ഡീനാച്ചുറേഷൻ്റെ അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടു ബി നോട്ടഡ്. ഓക്കെ, ദെൻ solubility will be decreased, precipitation will be increased. Okay, and also ഞാൻ പറഞ്ഞു റിവേഴ്സിബിൾ ഡീനാച്ചുറേഷനും ഉണ്ട്, ഇറിവേഴ്സിബിൾ ഡീനാച്ചുറേഷനും ഉണ്ട്. ഓക്കെ, സോ റിവേഴ്സിബിൾ ഡീനാച്ചുറേഷൻ എക്സാമ്പിളാണ് റൈബോന്യൂക്ലിയസ്. ഇറ്റ്സ് എ ഗുഡ് എക്സാമ്പിൾ. ഓക്കെ, അതായത് ഡീനേച്ചർ ചെയ്ത പ്രോട്ടീൻ സംടൈംസ് ഇറ്റ് ഗെറ്റ്സ് റീനേച്ചേർഡ് വെൻ ദ ഫിസിക്കൽ ഏജൻറ്റ് ഈസ് റിമൂവ്ഡ്. ഓക്കെ, സോ നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ഒരു സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റേഡിയേഷൻ അപ്ലൈ ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോട്ടീനെ ഡീനേച്ചർ ചെയ്യുന്നു. ഇനി ചില പ്രോട്ടീൻസ് എന്താണ്, ഈ ഒരു ഫിസിക്കൽ ഏജൻറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അഗെയിൻ അതിൻ്റെ നോർമൽ ഫോമിലെത്തുന്നു. ദാറ്റ് ഇസ് ഇറ്റ് ഗെറ്റ്സ് റീനേച്ചേർഡ്. സോ അങ്ങനെയുള്ള റിവേഴ്സിബിൾ ഡീനാച്ചുറേഷൻ എക്സാമ്പിളാണ് റൈബോന്യൂക്ലിയേസ്. ഓക്കെ, ഇനി ഇറിവേഴ്സിബിൾ ഡീനാച്ചുറേഷൻ. സോ ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് നോർമൽ സ്റ്റേജ് ആഫ്റ്റർ വൺസ് ഇറ്റ് ഗെറ്റ് ഡീനേച്ചേർഡ്. ഒരിക്കൽ ഡീനേച്ചർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു റിട്ടേൺ ബാക്ക് ഇല്ല നോർമൽ സ്റ്റേജിലേക്ക്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ പ്രോട്ടീൻ ആൽബുമിൻ. ആൽബുമിൻ നമ്മൾ വൺസ് ഹീറ്റ് ചെയ്താൽ ഇറ്റ് കനോട്ട് ബി റീനേച്ചേർഡ് ബൈ കൂളിംഗ്. നമുക്ക് കൂൾ ചെയ്താലൊന്നും ഒരിക്കലും അത് നോർമൽ അതിൻ്റെ ഫോമിലേക്ക് വരുന്നില്ല.
സോ ഇതാണ് ഡീനാച്ചുറേഷൻ. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.